ഉപയോഗിക്കുന്ന എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ച് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഷിപ്പുകളിലെ എഞ്ചിൻ തണുപ്പിക്കുന്നത്? ധാരാളം സീ വാട്ടർ അവൈലബിൾ ആണ്. ഈ സീ വാട്ടർ ഉപയോഗിച്ച് എഞ്ചിൻ തണുപ്പിക്കാമോ? പറ്റില്ലല്ലേ? കാരണം നിങ്ങൾക്കറിയാം, സീ വാട്ടർ വളരെയേറെ കൊറോഷൻ ഉണ്ടാക്കുന്ന ജലമാണ്. അത് പൈപ്പ് ലൈനുകളിലൂടെയും മറ്റും കടന്നു പോകുമ്പോൾ അവ കൊറോഡ് ചെയ്ത് നശിച്ചു പോകും. അതുകൊണ്ടൊരിക്കലും സീ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൂൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റെന്ത് മാർഗമാണുള്ളത്? ബൈക്കുകളിലും മറ്റും കാണുന്നത് പോലെ എയർ കൂളിംഗ് ആയാലോ? അതും അസാധ്യമാണ്. കാരണം ഷിപ്പിലെ എഞ്ചിൻ വളരെ വലുതാണ്. അത് തണുപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ എയർ സർക്കുലേഷൻ ഇമ്പോസിബിൾ ആണ്. പിന്നെ എന്ത് മാർഗമാണ് ഷിപ്പിലെ എഞ്ചിനെ താപനില നിയന്ത്രിച്ച് നിർത്തുവാൻ ഉപയോഗിക്കുന്നത്? അത് ഇൻഡയറക്റ്റ് സീ വാട്ടർ കൂളിംഗ് എന്ന ഒരു മാർഗമാണ്. സീ വാട്ടർ ഉപയോഗിക്കുന്നു, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. പകരം എഞ്ചിൻ ജാക്കറ്റ് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് തണുപ്പിക്കുന്നു. തൽഫലമായി ചൂടാകുന്ന ഫ്രഷ് വാട്ടറിനെ സീ വാട്ടർ ഉപയോഗിച്ച് തണുപ്പിക്കുന്നു. അപ്പോൾ ഫലത്തിൽ സീ വാട്ടർ തന്നെയാണ് ഇൻഡയറക്റ്റായി എഞ്ചിന്റെ താപനില നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജാക്കറ്റ് കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു മറൈൻ എഞ്ചിൻ ജാക്കറ്റ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഡയഗ്രമാണ്. ഇതിലെ മെയിൻ എഞ്ചിൻ ജാക്കറ്റ് എന്ന് പറയുന്ന ഭാഗമാണിത്. അതിന്റെ താഴ്ഭാഗത്തേക്ക് കൂളിംഗ് വാട്ടർ പ്രവേശിക്കുന്നു. ഇവിടെ സിലിണ്ടർ ഹെഡ് ഭാഗത്തു നിന്ന് തിരിച്ച് വരുന്നു. അതിനുശേഷം ഇവിടെ ഈ കാണുന്നത് ഒരു ഡിയേറിയേറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ്. ഇതിലെ എയർ വേപ്പർ മുതലായവ നീക്കം ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഒരു എക്സ്പാൻഷൻ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഡിയേറിയേറ്റർ ഭാഗത്തു നിന്നും ഒരു പമ്പ് വഴി, ഈ പമ്പിന് എന്ത് പേര് പറയും? മെയിൻ എഞ്ചിൻ ജാക്കറ്റ് കൂളിംഗ് വാട്ടർ പമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻ എഞ്ചിൻ ജാക്കറ്റ് വാട്ടർ കൂളിംഗ് പമ്പ് പ്രവർത്തിപ്പിച്ച് ഈ ഫ്രഷ് വാട്ടർ ഈ കൂളറിലേക്ക് കടത്തിവിടുന്നു. ഇത് നമുക്ക് മെയിൻ എഞ്ചിൻ ജാക്കറ്റ് വാട്ടർ കൂളർ എന്ന് പറയാം. ഈ കൂളറിലൂടെ സീ വാട്ടർ കടന്നു പോകുന്നു. ഇതിൽ സീ വാട്ടർ എൻ്റർ ചെയ്യുന്നു. കൂളിംഗ് നടത്തി വെച്ചിട്ട് തിരികെ സീ വാട്ടർ പുറത്തേക്ക് പോകുന്നു. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കടലിൽ നിന്ന് വലിച്ചെടുത്ത് കടലിലേക്ക് തന്നെ സീ വാട്ടർ കളഞ്ഞുകൊണ്ടിരിക്കും. കൂളറിൽ കടന്നു വരുന്ന ഫ്രഷ് വാട്ടർ തണുത്ത നിലയിലായിരിക്കും. സീ വാട്ടർ ഈ ഒരു വാൽവ് വഴി, ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾ വാൽവാണ്. അതായത്
നമുക്ക് എഞ്ചിന്റെ തണുപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് എഞ്ചിന്റെ താപനില നിയന്ത്രിക്കുകയാണ് വേണ്ടത്. എഞ്ചിന്റെ താപനില വളരെയധികം താഴ്ന്നു പോയാൽ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റ് വളരെയേറെ ജാക്കറ്റ് വാട്ടറിലേക്ക് ഒഴുകി നഷ്ടപ്പെടും. നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഉയർന്ന താപനിലയിലാണ് എഞ്ചിൻ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്ന പുതിയ എഞ്ചിനുകളെല്ലാം തന്നെ ജാക്കറ്റ് വാട്ടർ എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്നത് ഒരു 70 ഡിഗ്രി മുകളിലും പുറത്തേക്ക് വരുന്നത് 90-നും 95 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയ്ക്കാണ്. നമ്മൾ ഈ അനിമേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. മെയിൻ എഞ്ചിൻ പ്രധാനമായിട്ടും ചൂടാവുന്നത് ജാക്കറ്റ് അല്ലെങ്കിൽ സിലിണ്ടർ ലൈനർ, പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ് എന്നിവയിലൂടെയാണ്. പിസ്റ്റണുകൾ തണുപ്പിക്കുന്നത് ലൂബോയിൽ ഉപയോഗിച്ച് തന്നെയാണ്. പണ്ടുകാലത്ത് അത് വെള്ളം ഉപയോഗിച്ച് തണുപ്പിച്ചിരുന്നെങ്കിലും പുതിയ എഞ്ചിനുകളിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തന്നെയാണ് പിസ്റ്റണിലൂടെ കടത്തിവിട്ട് പിസ്റ്റൺ തണുപ്പിക്കുന്നത്. ജാക്കറ്റ്, എക്സോസ്റ്റ് വാൽവ്, സിലിണ്ടർ ഹെഡ് എന്നിവയാണ് നമ്മൾ ജാക്കറ്റ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. സീ വാട്ടർ സിസ്റ്റമാണിത്. ഫ്രഷ് വാട്ടർ ജാക്കറ്റിൽ കടന്ന് സിലിണ്ടർ ഹെഡ് വഴി പുറത്തേക്ക് വരുന്നു. ഇതിനകത്ത് രണ്ട് എക്സ്പാൻഷൻ ടാങ്ക് എന്നിവ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. വെള്ളം ചൂടാകുമ്പോൾ അത് വികസിക്കും എന്നറിയാം. അപ്പോൾ ആ വികസിക്കുന്ന വെള്ളത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് എക്സ്പാൻഷൻ ടാങ്ക് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ചില ചെറിയ ലീക്കേജ് മൂലമോ അല്ലെങ്കിൽ ബാഷ്പീകരണം മൂലമോ ഇവാപ്പറേഷൻ മൂലമോ ജലം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനും ഈ എക്സ്പാൻഷൻ ടാങ്കിൽ ഉള്ള വെള്ളം ഉപയോഗിക്കും. എക്സ്പാൻഷൻ ടാങ്കിന്റെ ഒരു പ്രത്യേകത അതിന്റെ പൊസിഷൻ എഞ്ചിന്റെ സിലിണ്ടർ ഹെഡിനേക്കാളും മുകളിലായിരിക്കണം എന്നുള്ളതാണ്. മൊത്തം എഞ്ചിന്റെ എവിടെയൊക്കെയാണോ ജലം വരുന്നത് ആ ജലം വരുന്നതിനേക്കാളും മുകളിലായിരിക്കും എക്സ്പാൻഷൻ ടാങ്കിന്റെ സ്ഥാനം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, എഞ്ചിൻ തണുപ്പിക്കുക എന്നതല്ല ജാക്കറ്റ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ ധർമ്മം, മറിച്ച് എഞ്ചിൻ താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഈ ഷിപ്പ് വളരെ തണുത്ത ഒരു ഏരിയയിലൂടെയാണ് സെയിൽ ചെയ്യുന്നത്. കണ്ട മഞ്ഞ് മൂടി കിടക്കുന്ന മരങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ജലവും വളരെ തണുത്തതായിരിക്കും, ഷിപ്പിന്റെ താപനിലയും വളരെ തണുത്തതായിരിക്കും. അപ്പോൾ എഞ്ചിൻ വളരെ അധികം താപനില താഴ്ന്നു പോകാതെ സൂക്ഷിക്കേണ്ടത് ജാക്കറ്റ് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ കടമയാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ വാൽവാണ്. ടെമ്പറേച്ചർ കൺട്രോൾ വാൽവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇത് കൂളറിലേക്ക് ജലം കടത്തിവിടാതെ ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനിലേക്ക് പോകുന്നു. ഇത് കൂളറിലേക്ക് ജലം കടത്തിവിടുന്നു. താപനില, അന്തരീക്ഷ താപനില അല്ലെങ്കിൽ സീ വാട്ടറിന്റെ താപനില കൂടുതലാണെങ്കിൽ ജലം ജാക്കറ്റ് വാട്ടർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ സമയത്ത് അത് കൂടുതൽ ജലവും കൂളറിലേക്ക് കടത്തിവിടുന്നു. തണുത്ത അന്തരീക്ഷത്തിൽ കൂടുതൽ ജലവും കടത്തിവിടുന്നത്
കൂളറിലേക്കല്ല, കൂളറിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനിലേക്ക് കടത്തിവിടുന്നു. ഇതാണ് ടെമ്പറേച്ചർ കൺട്രോൾ വാൽവിന്റെ ഉപയോഗം. ഈ ടെമ്പറേച്ചർ കൺട്രോൾ വാൽവിന്റെ സെൻസർ വെച്ചിരിക്കുന്നത് ജാക്കറ്റ് വാട്ടർ കൂളിംഗിന്റെ ഔട്ട്ലെറ്റിലാണ്. എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ജലം പുറത്തു പോകുന്നത് എന്ന് അനുസരിച്ചാണ് ഈ വാൽവിന്റെ പൊസിഷൻ തീരുമാനിക്കപ്പെടുന്നത്. ഇതിൽ പരാമർശിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ഉപകരണം കൂടിയുണ്ട്. അത് ഫ്രഷ് വാട്ടർ ജനറേറ്റർ എന്ന ഉപകരണമാണ്. ഈ ചിത്രത്തിൽ അത് കാണിച്ചിട്ടില്ല. ഫ്രഷ് വാട്ടർ ജനറേറ്റർ ഷിപ്പിലെ ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. കടൽ ജലം തിളപ്പിച്ച് വരുന്ന വേപ്പറിനെ തണുപ്പിച്ച് കണ്ടൻസ് ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫ്രഷ് വാട്ടർ ജനറേറ്ററിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം പ്രഷർ കുക്കർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. പ്രഷർ കൂടുമ്പോൾ ജലം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ഉയരുകയും അപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറുള്ള ജലം നമുക്ക് പ്രഷർ കുക്കറിൽ ലഭ്യമാകുകയും ചെയ്യും. നേരെ ഓപ്പോസിറ്റായ കാര്യമാണ് ഫ്രഷ് വാട്ടർ ജനറേറ്ററിൽ സംഭവിക്കുന്നത്. ജലത്തിന്റെ പ്രഷർ കുറക്കുന്നു. വളരെയധികം കുറക്കുമ്പോൾ ജലം വളരെ താഴ്ന്ന താപനിലയിൽ തിളക്കും. ഏകദേശം ഒരു 40 ഡിഗ്രി സെന്റിഗ്രേഡിൽ, അതായത് 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ തിളക്കുന്നത് പ്രഷർ കുറച്ച് കഴിയുമ്പോൾ ഏകദേശം 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ തിളക്കുന്നു. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ ജനറേറ്റർ 40 ഡിഗ്രി താപനില നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ജാക്കറ്റ് വാട്ടറിന്റെ താപമാണ്. ഇതിന്റെ പൊസിഷൻ കൂളറിന് മുമ്പാണ്. ജാക്കറ്റ് വാട്ടർ കൂളിംഗ് പമ്പാണ്. ഈ പമ്പിന് ശേഷം ഈ കൂളറിന് മുന്നിൽ ആയിട്ട് ആണ് ഫ്രഷ് വാട്ടർ ജനറേറ്ററിന്റെ സ്ഥാനം. അപ്പോൾ നമുക്കിതിന്റെ ഒരു ലൈൻ ഡയഗ്രാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. എക്സ്പാൻഷൻ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈനിൽ നിന്നും ഫ്രഷ് വാട്ടർ പമ്പാണിത്. ഈ ജാക്കറ്റ് കൂളിംഗ് ഫ്രഷ് വാട്ടർ പമ്പ് ജലം ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നു, ഫ്രഷ് വാട്ടർ ജനറേറ്ററിലേക്ക് കടത്തിവിടുന്നു. ഫ്രഷ് വാട്ടർ ജനറേറ്ററിൽ നിന്നും ഇത് 3-വേ വാൽവിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ വാൽവ്. ടെമ്പറേച്ചർ കൺട്രോൾ വാൽവിൽ നിന്നും ഫ്രഷ് വാട്ടർ കൂളർ ഫ്രഷ് വാട്ടർ കൂളറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജലം ഈ മെയിൻ എഞ്ചിൻ ജാക്കറ്റിന്റെ താഴെ ഭാഗത്തുകൂടെ എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഈ ജലം എഞ്ചിനിൽ നിന്നും താപം സ്വീകരിച്ച് താപനില ഉയർന്ന ഈ ജലം തിരിച്ച് ഫ്രഷ് വാട്ടർ ജാക്കറ്റ് വാട്ടർ പമ്പിലേക്ക് എത്തുന്നു. തിരികെ ഈ സിസ്റ്റമാണ് പോകുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോൾ വാൽവ് താപനില സെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നത് ഫ്രഷ് വാട്ടറിന്റെ ഔട്ട്ലെറ്റിൽ നിന്നാണ്. ഇവിടെ നമുക്ക് ഫ്രഷ് വാട്ടർ കൂളർ, സീ വാട്ടർ ഇൻലെറ്റ് ഇവിടെയുണ്ട്. സീ വാട്ടർ ഇൻലെറ്റ് ഇതിലൂടെ കൂളറിലൂടെ പ്രവേശിച്ച് പുറത്തേക്ക് പോകുന്നു. കൂടാതെ ഇവിടെ എക്സ്പാൻഷൻ ടാങ്കും കാണിച്ചിട്ടുണ്ട്. ജലം വികസിക്കുന്നതും അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതും എല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പാൻഷൻ ടാങ്കാണ്. എക്സ്പാൻഷൻ ടാങ്കിന്റെ സ്ഥാനം മെയിൻ എഞ്ചിന്റെ ഹെഡിനേക്കാൾ ഉയർന്നതാണ്. ഇത്രയാണ് നമുക്ക് മെയിൻ എഞ്ചിൻ ജാക്കറ്റ് കൂളിംഗ് വാട്ടർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ ഇൻടേക്ക് ആൻഡ് എക്സ്ഹോസ്റ്റ് സിസ്റ്റംസ്. അതായത് ഇതിൽ 2 സിസ്റ്റംസ് ഉണ്ട്.
ഒന്ന് എയർ ഇൻടേക്ക് സിസ്റ്റം, രണ്ട് എക്സ്ഹോസ്റ്റ് സിസ്റ്റം. ആദ്യം നമുക്ക് എയർ ഇൻടേക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. എന്താണ് എയർ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ, അതായത് ധർമ്മം? The function of the air intake system is to allow air to reach the inlet port of cylinder. അതായത് അന്തരീക്ഷ വായുവിനെ സിലിണ്ടറിലെ ഇൻലെറ്റ് പോർട്ടിൽ എത്തിക്കുക എന്നതാണ് എയർ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ ധർമ്മം. ഇനി നമുക്ക് എയർ ഇൻടേക്ക് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എയർ ഫിൽറ്റർ. നമുക്കെല്ലാവർക്കും അറിയാം എയർ ഫിൽറ്റർ ചെയ്യുന്നത് എന്താണെന്ന്. എന്താ എയർ ഫിൽറ്റർ ചെയ്യണത്? എയറിനെ ക്ലീൻ ആക്കുക. അന്തരീക്ഷത്തിലുള്ള വായുവിൽ ധാരാളം പൊടിപടലങ്ങളുണ്ട്, അതിനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എയർ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഇനി എയർ ഇൻടേക്ക് സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ പേര് എയർ ഇൻടേക്ക് പൈപ്പ് എന്നാണ്. എയർ ഇൻടേക്ക് പൈപ്പ് എയർ ഫിൽറ്ററിൽ നിന്നും ടർബോ ചാർജറിലേക്ക് എയറിനെ എത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ പാർട്ടിൻ്റെ പേര് ടർബോ ചാർജർ. ടർബോ ചാർജർ എന്താ ചെയ്യണത്? എയർ ഇൻടേക്ക് പൈപ്പിലൂടെ വരുന്ന എയറിനെ കംപ്രസ് ചെയ്ത്, അതായത് മർദ്ദീകരിച്ച് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എത്തിക്കുന്നു. ഇനി എയർ ഇൻടേക്ക് സിസ്റ്റത്തിലെ നാലാമത്തെ പാർട്ട്, ഇതിൻ്റെ പേരാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. ടർബോ ചാർജറിൽ നിന്നും വരുന്ന കംപ്രസ്ഡ് എയറിനെ സിലിണ്ടറിലെ ഇൻലെറ്റ് പോർട്ടിൽ എത്തിക്കുക എന്നതാണ് ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ധർമ്മം. ഇനി എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിൻ്റെ ധർമ്മം, അതായത് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. എൻജിനിൽ നിന്നും പുറത്തു വരുന്ന പുകയെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുക എന്നതാണ് എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിൻ്റെ ധർമ്മം. അതായത് the function of exhaust system is to pass the exhaust gas from the engine to environment. ഇനി നമുക്ക് എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാർട്ട് എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ്. സിലിണ്ടറിൽ നിന്നും വരുന്ന പുക ആദ്യം എത്തിച്ചേരുന്നത് എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിലാണ്. നമുക്കറിയാം ഇന്ധനം കത്തുമ്പോൾ പുകയുണ്ടാവും. ഒരു ലോ സ്പീഡ് മറൈൻ ഡീസൽ എഞ്ചിനിൽ എക്സ്ഹോസ്റ്റ് വാൾവിലൂടെയാണ് പുക പുറത്തു വരുന്നത്. ഇങ്ങനെ പുറത്തു വരുന്ന പുക ആദ്യം പ്രവേശിക്കുന്നത് എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിൽ ആണ്. എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പേര് ടർബോ ചാർജർ എന്നാണ്. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിലൂടെ വരുന്ന പുക ടർബോ ചാർജറിലേക്ക് പ്രവേശിക്കുന്നു. ഇനി മൂന്നാമത്തെ പാർട്ടിൻ്റെ പേര് എക്സ്ഹോസ്റ്റ് പൈപ്പ് എന്നാണ്. ടർബോ ചാർജറിൽ നിന്നും പുറത്തു വരുന്ന പുകയെ സൈലൻസറിലേക്ക് എത്തിക്കുക എന്നതാണ് എക്സോസ്റ്റ് പൈപ്പ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ പാർട്ടിൻ്റെ പേര് സൈലൻസർ എന്നാണ്. സൈലൻസർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശബ്ദം കുറയ്ക്കുക എന്നതാണ് സൈലൻസറിൻ്റെ ധർമ്മം. ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എക്സോസ്റ്റ് ഗ്യാസിൻ്റെ കൂടെ, അതായത് പുകയുടെ കൂടെ പുറത്തേക്ക് വരുന്നു. ഈ ശബ്ദത്തെ കുറയ്ക്കുക എന്നതാണ് സൈലൻസർ ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് എയർ ഇൻടേക്ക് ആൻഡ് എക്സ്ഹോസ്റ്റ് സിസ്റ്റംസ് എങ്ങനെയാണ് ഒരു എൻജിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഇടതുഭാഗത്തായി എൻജിൻ കാണിച്ചിരിക്കുന്നു. എൻജിൻ്റെ
സിലിണ്ടറും ക്രാങ്ക് കേസും നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. ബ്രൗൺ നിറത്തിലുള്ളത് ക്രാങ്ക്, പച്ച നിറത്തിൽ കണക്റ്റിംഗ് റോഡ്, ചുവന്ന നിറത്തിൽ പിസ്റ്റൺ. ഹെഡിൽ എക്സ്ഹോസ്റ്റ് വാൾവ് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ധനം കത്തുമ്പോഴുണ്ടാകുന്ന പുക എക്സ്ഹോസ്റ്റ് വാൾവ് തുറക്കുമ്പോൾ എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിൽ പ്രവേശിക്കുന്നു. അവിടെ നിന്നും ടർബോ ചാർജറിലേക്ക് വരുന്നു. ടർബോ ചാർജർ ശ്രദ്ധിക്കുക, ചുവന്ന നിറത്തിലുള്ള ഒരു ബോക്സായാണ് കാണിച്ചിരിക്കുന്നത്. അതിന് 2 സെക്ഷനുണ്ട്. ഇടതുഭാഗത്ത് കാണുന്ന സെക്ഷനെ നമ്മൾ ടർബൈൻ സെക്ഷൻ അല്ലെങ്കിൽ ടർബൈൻ ചേംബർ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അകത്താണ് ടർബൈൻ വീൽ ഉള്ളത്. വലതുഭാഗത്തായി കാണുന്ന ഭാഗത്തിനെ കംപ്രസർ സെക്ഷൻ അല്ലെങ്കിൽ കംപ്രസർ ചേംബർ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അകത്താണ് കംപ്രസർ വീൽ ഉള്ളത്. ടർബൈൻ വീലിനെയും കംപ്രസർ വീലിനെയും ഒരു ഷാഫ്റ്റ് മുഖാന്തരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ടർബൈൻ വീൽ തിരിയുമ്പോൾ കൂടെ കംപ്രസർ വീലും തിരിയും. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും ടർബോ ചാർജറിൻ്റെ ടർബൈൻ സെക്ഷൻ്റെ ഉള്ളിലുള്ള ടർബൈൻ വീലിലേക്ക് പുക പ്രവഹിക്കുന്നു. ഇങ്ങനെ പുക വരുന്ന സമയത്ത് ആ പുകയുടെ ശക്തി കാരണം ടർബൈൻ വീൽ തിരിയുന്നു. അങ്ങനെ ടർബൈൻ വീലിനെ തിരിച്ച ശേഷം പുക എക്സോസ്റ്റ് പൈപ്പിലൂടെ കടന്ന് സൈലൻസറിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. സൈലൻസർ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. ഇനി ടർബോ ചാർജറിലെ കംപ്രസർ സെക്ഷൻ്റെ അകത്തുള്ള കംപ്രസർ വീൽ തിരിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ വായു എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ കടന്ന് ശുദ്ധീകരിക്കപ്പെട്ട് എയർ ഇൻടേക്ക് പൈപ്പിലൂടെ കംപ്രസർ വീലിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നു. ഇങ്ങനെ കംപ്രസർ വീലിൻ്റെ അകത്തേക്ക് കടക്കുന്ന വായു കംപ്രസർ വീൽ തിരിയുമ്പോൾ മർദ്ദീകരിക്കപ്പെടുന്നു, അതായത് പ്രഷറൈസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ മർദ്ദീകരിക്കപ്പെട്ട വായു, അതായത് കംപ്രസ്ഡ് എയർ, ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് എൻജിൻ്റെ സിലിണ്ടറിലെ ഇൻലെറ്റ് പോർട്ടിൽ എത്തുന്നു. ഇനി നമുക്ക് വർക്കിംഗ് ഓഫ് എയർ ഇൻടേക്ക് ആൻഡ് എക്സ്ഹോസ്റ്റ് സിസ്റ്റംസ് എന്നതിൻ്റെ നോട്ട്സ് എഴുതാം. ഹോട്ട് exhaust gas from the engine goes to turbocharger and rotates the turbine wheel inside the turbine section, goes to exhaust pipe and then to silencer. അതായത് എഞ്ചിനിൽ നിന്നും വരുന്ന ചൂടുള്ള പുക ടർബോ ചാർജറിലെ ടർബൈൻ സെക്ഷൻ്റെ അകത്തുള്ള ടർബൈൻ വീലിനെ തിരിച്ചതിന് ശേഷം എക്സ്ഹോസ്റ്റ് പൈപ്പിലെത്തി അവിടെ നിന്നും സൈലൻസറിലേക്ക് പോയി അവിടെ നിന്നും അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ദ ടർബൈൻ വീൽ റൊട്ടേറ്റ്സ് ദ കംപ്രസർ വീൽ. അതായത് ടർബൈൻ വീല് കംപ്രസർ വീലുമായി ഒരു ഷാഫ്റ്റ് മുഖാന്തരം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ടർബൈൻ വീല് തിരിയുമ്പോൾ കൂടെ കംപ്രസർ വീലും തിരിയും. കംപ്രസർ വീല് സ്ഥിതി ചെയ്യുന്നത് കംപ്രസർ സെക്ഷൻ്റെ അകത്താണ്. ഇങ്ങനെ കംപ്രസർ വീൽ തിരിയുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവിനെ എയർ ഫിൽറ്ററിനുള്ളിലൂടെ വലിച്ചെടുക്കുന്നു. അതായത് ഡ്രോസ് അറ്റ്മോസ്ഫിയറിക് എയർ ത്രൂ എയർ ഫിൽറ്റർ. Thus, the air gets cleaned and flows through air intake pipe to the compressor wheel of turbocharger. എയർ ഫിൽറ്ററിലൂടെ കടന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന എയർ ഇൻടേക്ക് പൈപ്പ് മുഖാന്തരം ടർബോ ചാർജറിൻ്റെ കംപ്രസർ വീലിൽ എത്തുന്നു. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കംപ്രസർ വീൽ ഈ എയറിനെ കംപ്രസ് ചെയ്യുകയും ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ സിലിണ്ടറിലെ ഇൻലെറ്റ് പോർട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇനി ഇംഗ്ലീഷിലുള്ളത് വായിക്കാം. ദ റൊട്ടേറ്റിംഗ് കംപ്രസർ വീൽ
compresses the air and passes to the inlet port of cylinder through inlet manifold. ടർബോ ചാർജറിൻ്റെ ചിത്രം എല്ലാവരും വരച്ചെടുക്കുക. നോട്ട്സ് എഴുതുന്നതിന് മുൻപായി ഞാൻ ഈ ചിത്രം ഒന്ന് വിശദീകരിക്കാം. ടർബോ ചാർജറിന് 2 സെക്ഷനുകൾ അല്ലെങ്കിൽ ചേംബറുകൾ ഉണ്ട്. ടർബൈൻ സെക്ഷനും കംപ്രസർ സെക്ഷനും. ടർബൈൻ സെക്ഷൻ്റെ ഉള്ളിൽ ടർബൈൻ വീലും കംപ്രസർ സെക്ഷൻ്റെ ഉള്ളിൽ കംപ്രസർ വീലും കാണപ്പെടുന്നു. ഈ 2 വീലുകളും തമ്മിൽ ഒരു ഷാഫ്റ്റ് മുഖാന്തിരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി ടർബോ ചാർജറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. എഞ്ചിനിൽ നിന്നും വരുന്ന പുക ടർബൈൻ സെക്ഷനിൽ പ്രവേശിച്ച് ടർബൈൻ വീലിനെ കറക്കി എക്സോസ്റ്റ് പൈപ്പ് മുഖാന്തിരം സൈലൻസറിൽ എത്തി അവിടെ നിന്നും പുറത്തു പോകുന്നു. ടർബൈൻ വീൽ കറങ്ങാൻ തുടങ്ങുമ്പോൾ കൂടെ കംപ്രസർ വീലും കറങ്ങുന്നു. അന്തരീക്ഷ വായു എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ കടന്ന് ശുദ്ധീകരിക്കപ്പെട്ട് എയർ ഇൻടേക്ക് പൈപ്പ് മുഖാന്തിരം കംപ്രസർ സെക്ഷനിൽ എത്തി കംപ്രസർ സെക്ഷനിൻ്റെ അകത്തുള്ള കംപ്രസർ വീലിൻ്റെ അകത്ത് പ്രവേശിക്കുന്നു. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കംപ്രസർ വീൽ ഈ എയറിനെ മർദ്ദീകരിക്കുകയും മർദ്ദീകരിക്കപ്പെട്ട വായുവിനെ ഇൻലെറ്റ് മാനിഫോൾഡ് മുഖാന്തിരം സിലിണ്ടറിലെ ഇൻലെറ്റ് പോർട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇനി ടർബോ ചാർജറിനെ കുറിച്ച് ചെറിയൊരു നോട്ട് എഴുതാം. ടർബോ ചാർജർ ഹാസ് 2 ചേംബേഴ്സ് ബ്രാക്കറ്റിൽ സെക്ഷൻസ്. ടർബൈൻ സെക്ഷൻ ഹാസ് എ ടർബൈൻ വീൽ. ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദ എക്സോസ്റ്റ് ഗ്യാസ്. Compressor section has a compressor wheel which is connected to the turbine wheel by a shaft. When compressor wheel is rotating, it draws air through air filter and the air enters into the compressor wheel through air intake pipe. The compressor wheel compresses the air and passes it to inlet manifold. From the inlet manifold, the compressed air goes to the inlet port of the cylinder. ഇനി നമുക്ക് ടർബോ ചാർജറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്രീസസ് പവർ ഓഫ് എൻ എൻജിൻ ബൈ അലോവിങ് മോർ എയർ ഇൻ ടു സിലിണ്ടർ. അതായത് ടർബോ ചാർജർ ഒരു എൻജിനിൻ്റെ പവർ വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയാണത് വർദ്ധിപ്പിക്കുന്നത്? അതായത് ടർബോ ചാർജർ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൂടുതൽ എയറിനെ ഉൾക്കൊള്ളിക്കുന്നു. അതായത് അന്തരീക്ഷ വായുവിനെ മർദ്ദീകരിച്ച് അതായത് പ്രഷറൈസ് ചെയ്ത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് മൂലം കൂടുതൽ എയറിനെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്നു. കൂടുതൽ എയർ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിൽ സ്വാഭാവികമായും കൂടുതൽ ഓക്സിജൻ ഉണ്ടാകുമല്ലോ. അതിനാൽ കൂടുതൽ ഇന്ധനം കത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെ എൻജിനിൽ നിന്നും നമുക്ക് കൂടുതൽ പവർ ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് എയ്ഡ്സ് ഇൻ സ്കാവെഞ്ചിങ്. അതായത് ടർബോ ചാർജർ സ്കാവെഞ്ചിങ്ങിനെ സഹായിക്കുന്നു. നമ്മൾ ലോ സ്പീഡ് 2 സ്ട്രോക്ക് മറൈൻ എൻജിൻ പഠിച്ചപ്പോൾ സ്കാവെഞ്ചിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഇൻലെറ്റ് പോർട്ടിലൂടെ വരുന്ന മർദ്ദീകരിക്കപ്പെട്ട വായു സിലിണ്ടറിൻ്റെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്ന പുകയെ എക്സ്ഹോസ്റ്റ് വാൾവ് വഴി തള്ളി പുറത്താക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സ്കാവെഞ്ചിങ്. അതായത് സ്കാവെഞ്ചിങ് നടക്കണമെങ്കിൽ മർദ്ദീകരിക്കപ്പെട്ട വായു ആവശ്യമാണ്. ഈ മർദ്ദീകരിക്കപ്പെട്ട വായുവിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ടർബോ ചാർജറാണ്. അതുകൊണ്ടാണ് സ്കാവെഞ്ചിങ്ങിനെ ടർബോ ചാർജർ സഹായിക്കുന്നു എന്ന് പറയുന്നത്.
എയർ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റംസ് എന്ന ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.